ഇന്ത്യയുടെ പുണ്യനദി, ദേശീയ നദി, അതെ, ഗംഗാനദി തന്നെ. ഇന്ന് നമുക്ക് ഗംഗാനദിയെ കുറിച്ച് പഠിക്കാം. കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവറായ ഗംഗാനദി ഉത്തരാഖണ്ഡിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഗൗമുഖിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭഗീരഥി നദി ബദ്രിനാഥിലെ സന്തോബന്ദ് ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ നദിയുമായി ദേവപ്രയാഗിൽ വെച്ച് ചേരുമ്പോഴാണ് ഗംഗാനദിയായി മാറുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഒഴുകുന്ന ഗംഗ ഹരിദ്വാറിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലോട്ട് കിടക്കുന്നു. പിന്നീട് പ്രയാഗ്രാജിൽ വെച്ച് യമുനയുമായി ചേരുന്നു. അവിടെയാണ് ത്രിവേണി സംഗമം നടക്കുന്നത്. അവിടെ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന ഗംഗാനദി ഫറാക്ക എന്ന നഗരത്തിൽ വെച്ച് രണ്ട് കൈവഴികളായി പിരിയുന്നു. ആദ്യത്തെ കൈവഴിയായ ഹൂഗ്ലി നദി കൽക്കട്ട നഗരത്തിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. രണ്ടാമത്തെ കൈവഴിയായ പത്മ ബംഗ്ലാദേശിൽ പ്രവേശിച്ച് ജമുന എന്ന ബ്രഹ്മപുത്രയുമായി ചേർന്ന് മേഘ്നയാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദർബൻസ് ഡെൽറ്റ തീർത്തുകൊണ്ട് ഗംഗാ ബ്രഹ്മപുത്ര നദികൾ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. ഇന്ത്യയിൽ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഗംഗാനദിയിൽ ഇടതു നിന്നും രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നീ പോഷക നദികളും വലതു നിന്നും യമുന, താംസ, സോൺ എന്നീ പോഷക നദികളും ചേരുന്നു. ഇത് ഗംഗയെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദിയാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഗംഗാനദിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. എങ്ങനെയാണ് ഗംഗാനദി ഒഴുകുന്നത്, ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് ഒഴുകുന്നത്, അതിൽ വന്നു ചേരുന്ന പോഷക നദികൾ ഏതൊക്കെയാണ്, ഗംഗാനദി ഒഴുകുന്നത് ഏതൊക്കെ സിറ്റീസിലൂടെയാണ് എന്നറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.